ഞാൻ ഒരു ചെറിയ കാര്യം പറയാൻ വന്നതാണേ. ഈ 300 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് നീ എന്ത് കാര്യം പറയാനാണ് വന്നിരിക്കുന്നതെന്ന് വീഡിയോ കാണുന്ന ചില ആൾക്കാർക്ക് തോന്നും. പക്ഷേ ഈ 300 സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് 3 മില്യൺ അടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഒരു 100 പേരെങ്കിലും കാണുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രം വന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ അവസരങ്ങൾ കിട്ടുന്നില്ല, എനിക്ക് അവസരങ്ങൾ ആരും തരുന്നില്ലെന്ന്? എന്നാൽ അങ്ങനൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അങ്ങനൊരു ചിന്തയെ തെറ്റാണ്. അവസരങ്ങൾ നമുക്ക് ആരും തരത്തില്ല, അത് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. മനസ്സിലാവും? അവയെ നമ്മൾ സ്വയം സൃഷ്ടിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കും, എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിൽ, എനിക്കൊരവസരം തന്നിരുന്നെങ്കിലും. അങ്ങനൊരു അവസരം തരാനും അങ്ങനൊരു അവസരം കിട്ടാനും നമ്മൾ തന്നെ ശ്രമിക്കണം. ഉദാഹരണത്തിന് ഒരു കഥ പറഞ്ഞത്. ഒരിടത്ത് പണ്ട് രാജു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരനൊരു തുകൽ ചെരുപ്പ്, അതായത് റോഡരികിലിരുന്ന് ചെരുപ്പ് കുത്തുന്ന ഒരാളായിരുന്നു. അപ്പം ഒരു ദിവസം ഇയാളോട് ഒരു സന്യാസി അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് രക്ഷപ്പെടുന്നില്ല, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, എൻ്റെ ഈ ചെരുപ്പ് കട കൊണ്ട് എനിക്കൊന്നും നേടാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സന്യാസി ഈ ചെരുപ്പുകാരനോട് പറഞ്ഞു, എടാ കുഞ്ഞെ, ഈ ചെരുപ്പും തുന്നി നീ ഇവിടെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ നടക്കത്തില്ല. നിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും നിന്നെ എല്ലാവരും ഒരു ദിവസം അംഗീകരിക്കണമെങ്കിൽ അത് നീ തന്നെ വിചാരിക്കണം. അപ്പം അവൻ പറഞ്ഞു, അതെങ്ങനെ സാധ്യമാകും? അപ്പം ആ സന്യാസി അയാളോട് പറഞ്ഞു, നീ ഇരുന്ന് ആലോചിക്കേ, നിനക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കത്തില്ലെന്ന്. സന്യാസി പോയി കഴിഞ്ഞ് രാജു ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് ആരും സപ്പോർട്ടില്ല. ഇയാൾ പിന്നെ ഇത് തന്നെ ആലോചിക്കുന്നു, എന്നെ ആരും സപ്പോർട്ട് ചെയ്യാതെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുന്നത്? ഇത് തന്നെ കുറേ നാൾ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ചെറുക്കൻ ഈ രാജുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, രാജു ഭായി, എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി, എൻ്റെ ഈ ചെരുപ്പിന് വരുന്നാണ്ട് ഇതിനകത്ത് കൊടുത്ത്. അവിടെ വേറെ കുറേ ചെരുപ്പ് ഇരിപ്പുണ്ടായിരുന്നു തയ്ക്കാനാണ്. അത് വേണ്ടാത്ത ചെരുപ്പായിരുന്നു. ഈ ചെരുപ്പിലെ കുറച്ച് സ്വീക്കൻസ് ഒക്കെ എടുത്തൊന്ന് പറ്റിപ്പിടിപ്പിച്ച് എനിക്ക് ഈ ചെരുപ്പൊന്ന് വേറെ ഒന്നാക്കി തരാമെന്ന് ചോദിച്ചു. അതിനെന്താ മോനെ എന്ന് പറഞ്ഞ് രാജുഭായി അതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കഥയ്ക്കകത്ത് രാജുഭായി കയറി വന്നു. അപ്പോൾ ഈ രാജു അത് ചെരുപ്പ് പുതിയൊരു മോഡലാക്കി ഈ ചെറുപ്പക്കാരൻ്റെ കൊടുത്തു വിടുന്നു. ഈ ചെറുപ്പക്കാരൻ ഈ ചെരുപ്പ് കൊണ്ട് കോളേജിലും സ്കൂളിൽ പോയി എല്ലാവരെയും കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാവർക്കും ഈ ചെരുപ്പ് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ അപ്പോൾ ആ ചെറുപ്പക്കാരനോട് കുറേ ആൾക്കാർ ചോദിച്ചു, ഈ ചെരുപ്പ് നീ എവിടുന്നാണ് തുന്നിയത്, ഈ ചെരുപ്പ് എവിടുന്നാണ് തയ്ച്ചതെന്നൊക്കെ ചോദിച്ചു. ശരിക്കും അത് ആ ചെറുക്കൻ്റെ ഐഡിയ ആണല്ലോ. വേറെ കുറേ ചെരുപ്പില്ല, കുറേ സ്വീക്കൻസ് ഒക്കെ എടുത്ത് പിടിപ്പിച്ച് പുതിയൊരു ചെരുപ്പാക്കി മാറ്റും. അപ്പോൾ ഈ ചെറുക്കൻ പോയി കഴിഞ്ഞപ്പം ഈ ചെറുക്കൻ കുറേ സമയം കഴിഞ്ഞ് രാജുഭായിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ചെരുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് കുറേ പൈസയൊക്കെ രാജുഭായിക്ക് കൊടുത്തു. അന്ന് വൈകിട്ട് രാജുഭായിക്ക് ഒരു ബോധം ഉണ്ടായി, ഞാൻ ഇതേപോലെ വേണ്ടാത്ത കുറേ ചെരുപ്പുകളുടെയൊക്കെ കുറേ ശകലങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ല പുതിയ മോഡലിൽ ഒരു ചെരുപ്പ് ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പം വിറ്റ് പോയാലോ എന്നുള്ളൊരു ചെറിയൊരു ചിന്ത അയാൾക്ക് വന്നു. അയാളപ്പോൾ എന്ത് ചെയ്ത്, അയാൾ അങ്ങനെ കുറേ ദിവസത്തെ പരിശ്രമത്തിനിടെ 5-6 ചെരുപ്പുകളുണ്ടാക്കി അയാളുടെ കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചു. അയാൾ നിരത്തിലിരുന്നാണല്ലോ വിൽക്കുന്നത്. അപ്പോൾ അയാൾ ആ റോഡരികിൽ അത് വെച്ചപ്പം കുറേ ആൾക്കാർ വന്ന് ചെരുപ്പെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് പോയി. 2ാമത്തെ ദിവസം ആൾക്കാർ വന്ന് നോക്കിയിട്ട് പോയി. 3ാമത്തെ ദിവസം ഇയാൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു ഓഫറോടെ വെച്ച്, ഒരു ചെരുപ്പെടുത്ത ഒരു ചെരുപ്പ് ഫ്രീന്ന്. ശരിക്കും 2 ചെരുപ്പിൻ്റെ വിലയാണ് അയാൾ ശരിക്കും വെച്ചത്. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു, ഒരു ചെരുപ്പെടുത്ത് ഒരു ചെരുപ്പ് ഫ്രീ ആണെങ്കിൽ ആ ചെരുപ്പ് മേടിക്കുന്നില്ല എന്നല്ലേ. അപ്പോൾ ആദ്യം കുറച്ച് കോളേജ് വിദ്യാർത്ഥികൾ വന്നു, പിന്നെ കുറച്ച് ആൾക്കാർ വന്നു. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ അയാളുടെ ചെരുപ്പ് മൊത്തം വിറ്റ് തീർന്നു. അപ്പോൾ അയാൾ ഓർത്തു, ഞാനൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ സ്വയമായിട്ട് സൃഷ്ടിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കൊരാളാവാൻ പറ്റിയത്. അല്ലാണ്ട് ഞാനിവിടെ കരഞ്ഞും പിരിഞ്ഞുമൊക്കെ എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലയോ, എനിക്ക് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിരുന്നിരുന്നെങ്കിൽ അയാൾക്കൊരിക്കലും അങ്ങനെ ഒരു സക്സസ്ഫുള്ളായിട്ട് എത്താൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അയാൾ വലിയൊരാളായ അയാളുടെ പേരിൽ ഒരു ബ്രാൻഡ് തന്നെ അയാൾ ഇറക്കുകയോ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അവനവൻ വിചാരിക്കണം അവനവൻ്റെ ലക്ഷ്യത്തിലെത്താൻ. അവനവനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്കാരും സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നെ ആരും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാൽ നമ്മളിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. നാളെ ആട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ ഇന്ന് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നാളെ സക്സസ് ആവാം. നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റന്നാളത്തേക്ക് മാറ്റി വെക്കും, അതിൻ്റെ മറ്റന്നാളത്തേക്കും മാറ്റി വെക്കും. അങ്ങനെ ദിവസം മാറ്റി വെച്ച് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ എങ്ങനെയാണോ ഇരുന്ന് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ഇത്രയേ ഉള്ളൂ. ആരും സഹായിക്കാനില്ല, ആരും ഇല്ല എന്നുള്ള തോന്നലുള്ളവരാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചേക്കുക.
നമുക്ക് നമ്മൾ തന്നെ മതി, നമ്മൾ രക്ഷപ്പെടും എന്ന് നമ്മൾ വിചാരിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും രക്ഷപ്പെടും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും